പുഴ നികത്തലിന്റെ പണികളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ അധികാരി? ഉവ്വ്, എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. ഇനി മഴ പെയ്താലും മലവെള്ളം ഇറങ്ങിയാലും ഇപ്പോൾ നികത്തുന്ന ഈ പുഴയിൽ വെള്ളം കെട്ടരുത്. ഇതുപോലെ ഈ നദിയുടെ 8 ദിക്കും സ്പർശിക്കുന്ന സ്ഥലത്ത് പണിക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജോലിയും നടക്കുന്നുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാണ് പണി ചെയ്യുന്നത്. പണിക്കാരുടെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോരായ്മയുണ്ടായാൽ മഹാരാജൻ കടുത്ത ശിക്ഷ നൽകുന്നതായിരിക്കും. അറിയാങ്ങുന്നേ, മഹാരാജന്റെ നാട്ടറിയിപ്പ് അനുസരിച്ച് എല്ലാവരും പണിക്ക് എത്തുന്നുണ്ടല്ലോ അല്ലേ? ഉവ്വ്, പക്ഷെ നമുക്ക് കിട്ടിയ കണക്കും പ്രകാരം ഒരാൾ മാത്രം ഇതുവരെ പണിക്ക് വന്നിട്ടില്ല. അതാരാണ്? പുട്ടുവ്യാപാരം നടത്തുന്ന വന്തി എന്ന വൃദ്ധയാണ്. അവരുടെ ഭവനത്തിൽ നിന്ന് പണിയെടുക്കാൻ വരാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പുട്ടുവ്യാപാരം നടത്തുന്നവർക്ക് നല്ല വരുമാനം ഉണ്ടാവുമല്ലോ. പണം കൊടുത്ത് തൊഴിലാളിയെ നിയോഗിച്ചുകൂടെ? അധികാരി കൽപ്പിച്ചാലും എത്രയും പെട്ടെന്ന് പണിക്ക് വരുവാൻ ആ വൃദ്ധയോട് പറയുക. കൽപ്പന പോലെ. നാം മഹാരാജനെ കണ്ട് ഇവിടത്തെ പണി പുരോഗമിക്കുന്നതായി അറിയിക്കട്ടെ. അധികാരി മേൽനോട്ടം വഹിച്ച് ഇവിടെ തന്നെ ഉണ്ടാവണം. അങ്ങനെ ആയിക്കോട്ടെ. ഭഗവാനെ കൈലാസവാസ, 2 ദിവസമായി അടിയന് കാര്യമായ പുട്ടുകച്ചവടം നടന്നിട്ട്. അതുകൊണ്ട് ഇന്നടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. എന്റെ തൃക്കടയൂരപ്പന് നേർച്ച കൊടുക്കാനുള്ള വക ഉണ്ടാക്കി തരണേ ഭഗവാനെ. ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾ വീതം പുഴ നികത്താൻ ചെല്ലണമെന്ന രാജാവിന്റെ കൽപ്പന എനിക്ക് പാലിക്കാൻ കഴിയില്ല. അതിനൊരു വഴി കാട്ടി തരണേ ഭഗവാനെ. കുറേ നേരമായി അവിടെ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാ ഞാൻ വന്നത്. എനിക്കെല്ലാ ജോലികളും ചെയ്യാനറിയാം. പക്ഷേ ഇന്നെന്നെ ആരും പണിയെടുക്കാൻ വിളിച്ചില്ല. എനിക്കെന്തെങ്കിലും ഒരു പണി തരൂ അമ്മേ. നിന്നെ ഇതിനു മുമ്പ് ഞാൻ ഇവിടെങ്ങും കണ്ടിട്ടില്ലല്ലോ. ആരാ നീ? എവിടെ നിന്ന് വരുന്നു? ഞാൻ നീലകണ്ഠൻ. എനിക്ക് ഈ ഭൂമിയിൽ സ്ഥിരമായൊരു വാസസ്ഥലം ഇല്ല അമ്മേ. വൃത്തിയും വെടിപ്പും ഭക്തിയുമൊക്കെ എവിടെയുണ്ടോ അവിടെയൊക്കെ ഞാനും ഉണ്ടാവും. പണിയെടുത്ത് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കഴിച്ച് ജീവിതം തള്ളി നീക്കുന്നു. ആട്ടെ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുമോ അമ്മേ? അടിയന്തരമായി ചെയ്യേണ്ട ഒരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ജോലിക്ക് പ്രതിഫലം തരാൻ എന്റെ പക്കൽ പണമില്ല. പണം ഇല്ലെന്നോ? കളവ് പറയരുതമ്മേ. ഇത്രയും കാലം പുട്ട് വിറ്റ് കിട്ടുന്ന പണമൊക്കെ അമ്മ എവിടെയാ സൂക്ഷിച്ചിരിക്കുന്നത്? ഒന്നും സൂക്ഷിച്ചിട്ടില്ല മോനെ. എന്റെ നിത്യവൃത്തിക്കുള്ളത് കഴിച്ച് ബാക്കിയുള്ള പണം ഞാൻ തൃക്കടയൂരപ്പന് സമർപ്പിക്കുകയാണ് പതിവ്. പണമെല്ലാം തൃക്കടയൂരപ്പന് സമർപ്പിക്കുന്നെന്നോ? തന്നെ പോക്കാതെ ധർമ്മമുണ്ടോ അമ്മേ? ഈ തൃക്കടയൂരപ്പൻ അമ്മയ്ക്ക് ആരാണ്? എന്റെ മകനാണ്. ഭർത്താവും സന്തതികളും ഇല്ലാത്ത എനിക്ക്
ഒരേ ഒരു ആശ്രയം തൃക്കടയൂരപ്പന്. അപ്പനെ മകന്റെ സ്ഥാനത്ത് സങ്കല്പിച്ചുകൊണ്ടാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. സ്വന്തം മകനല്ലാതെ മറ്റാർക്കാ അമ്മ പണം നൽകേണ്ടത്? നന്നായി അമ്മേ. പരമശിവനെ മകനായി കണ്ട് അന്നമൂട്ടാൻ പണം നൽകുന്ന അമ്മയുടെ ഉദാര മനസ്കത പ്രകീർത്തിക്കേണ്ടത് തന്നെ. അമ്മേ, വിശപ്പാറ്റാനല്ലേ നമ്മൾ പണിയെടുക്കുന്നത്? ഞാൻ അമ്മയ്ക്ക് വേണ്ടി പണിയെടുക്കാം. പ്രതിഫലമായി പണം വേണ്ട, കഴിക്കാൻ പുട്ട് തന്നാ മതി. അതിനെന്താ, സന്തോഷമേ ഉള്ളൂ. അമ്മയ്ക്ക് വേണ്ടി എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്? കര കവിഞ്ഞൊഴുകുന്ന പുഴക്കരയിൽ ഓരോ ഭവനക്കാരും ചിറകെട്ടേണ്ട സ്ഥലം തിരിച്ചിട്ടിട്ടുണ്ടല്ലോ. വന്ധ്യമ്മയുടെ സ്ഥലം ഏതാണെന്ന് അധികാരിയോട് ചോദിച്ചാൽ അറിയാം. അവിടെ മണ്ണെടുത്തിട്ട് ചിറകെട്ടിയാ മതി. ശരി, അങ്ങനെ ആവട്ടെ. ആ, ആദ്യം പുട്ട് തരൂ. ആ, എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്തേ. മറ്റു കരകളിലൊക്കെ ഏകദേശം പണി പകുതിയായി കഴിഞ്ഞു. ഒന്ന് വേഗമാകട്ടെന്നാ. തമ്പുരാനെ, ആരാ? അടിയൻ വന്തി എന്ന വൃദ്ധയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ വന്നതാണ്. ഇതുവരെ നീ എവിടെയായിരുന്നു? ഇവിടത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, എല്ലാ പണികളും ചെയ്യണ്ടേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഒരു കൂലിപ്പണിക്കാരനാവുമ്പോൾ എല്ലാ പണികളും ചെയ്യണ്ടേന്നാ ഉദ്ദേശിച്ചത്. നല്ല ആരോഗ്യമുണ്ട്, അതിനനുസരിച്ച് നീ പണിയും ചെയ്യുമല്ലോ. പണി ചെയ്യാൻ ആരോഗ്യം മാത്രം പോരല്ലോ, മനസ്സും വേണ്ടേ? അതിനുള്ള മനസ്സ് എനിക്കുണ്ട്. ആ മനസ്സുണ്ടെങ്കിൽ എന്തും ചെയ്യാം. ശരീരപ്രകൃതി മനസ്സിനകത്തോ? വേട്ടി പണി തുടങ്ങിക്കോളൂ. ശരി അണ്ണനെ.
കൊട്ടയിട്ടിട്ട് എങ്ങോട്ട് പോകുന്നു? അത് പിന്നെ തമ്പുരാനെ, നല്ല വിശപ്പ്. ഒരു കുട്ട മണ്ണെടുത്തിട്ടപ്പോഴേക്കും നിനക്ക് വിശപ്പ്. നിന്റെ ശരീരപ്രകൃതിക്കനുസരിച്ച് നിനക്ക് ഭക്ഷണം കഴിക്കൽ മാത്രമാണ് ജോലിയെന്ന് തോന്നുമല്ലോ. അതെ, കഴിച്ച് ശരീരം പുഷ്ടിപിടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അധ്വാനിച്ച് ജീവിക്കണം. അങ്ങനെയെങ്കിൽ അധ്വാനത്തിന്റെ ഭാഗമായി അങ്ങയ്ക്കും ഇവരെ ഒന്ന് സഹായിച്ചൂടെ? തർക്കുത്തരം പറയുന്നു. എത്രയും പെട്ടെന്ന് പുഴ നികത്തണമെന്ന് മഹാരാജാവിന്റെ കൽപ്പനയാണ്. അലസത കാട്ടിയാലുണ്ടല്ലോ കാരാഗ്രഹവാസമായിരിക്കും ഫലം. ഭക്ഷണം കഴിച്ചിട്ട് ക്ഷണത്തിലെത്തുക. ശരി അണ്ണനെ. ഭഗവാനെ, പുട്ട് വാങ്ങാൻ ആരെയും കാണുന്നില്ലല്ലോ. വന്ധ്യമ്മേ, മോനെ, കഠിനാധ്വാനം ചെയ്തിട്ടുള്ള വരവാണ്. അമ്മയ്ക്കായി ഒഴിച്ചിട്ടിരുന്ന ഭാഗത്ത് ചിറ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഓ, ഇത്ര പെട്ടെന്നോ? നീ ഒരു സാധാരണ പണിക്കാരനല്ല. അധ്വാനിക്കാനായി മാത്രം ജനിച്ചവനാ. കള്ളപ്പണി ചെയ്യുന്നവനല്ല. നിനക്ക് വിശക്കുന്നില്ലേ? ആ, നല്ല വിശപ്പ്. പുട്ട് തരൂ അമ്മേ. ദേഹം അനങ്ങി പണി ചെയ്യുന്നവർക്ക് വിശപ്പും കൂടും. ഞാൻ പല സ്ഥലത്തും പണിക്ക് പോവാറുണ്ട്, പുട്ടും കഴിക്കാറുണ്ട്. പക്ഷേ വന്ധ്യമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ പുട്ടിനോളം സ്വാദ് ഞാൻ അനുഭവിച്ചിട്ടേയില്ല. ഓരോരോ ഭവനങ്ങളിൽ പ്രാതലിൽ എന്തൊക്കെ വച്ചുണ്ടാക്കിയാലും വന്ധ്യമ്മയുടെ പുട്ട് കഴിക്കാതെ പലർക്കും തൃപ്തി വരില്ല. തൃക്കടവരപ്പന് നിവേദിക്കാൻ പുട്ട് കൊടുക്കാറുണ്ടോ? ഇല്ല മകനെ, ശ്രീകോവിലിൽ പുട്ട് നിവേദിക്കില്ലല്ലോ. എന്നാലും അമ്മയുടെ പുട്ടിന്റെ സ്വാദ് തൃക്കടവരപ്പനും അനുഭവിക്കുന്നുണ്ട്. അനുഭവിക്കുന്നുണ്ടാവാം. ഭഗവാൻ ഏതെല്ലാം രൂപത്തിലും ഭാവത്തിലുമാണ് വരുന്നതെന്ന് ആർക്കാ നിശ്ചയം? ഒരുപക്ഷെ ഇവിടെ പുട്ടു വാങ്ങാൻ വരുന്നവരുടെ കൂട്ടത്തിൽ ഭഗവാനും ഉണ്ടാവാം. ശംഭോ മഹാദേവ. ഉണ്ടല്ലോ. അമ്മ തൃക്കടയൂരപ്പനെ കാണുന്നുമുണ്ടല്ലോ. തൃക്കടയൂരപ്പൻ അമ്മയെയും കാണുന്നുണ്ട്. ഒന്ന് വേഗമാകട്ടെന്ന്.
അതെ, എന്ത് ധിക്കാരാ നിങ്ങൾ ഈ കാണിക്കുന്നത്? മറ്റുള്ളവർ കഠിനാധ്വാനം ചെയ്യുമ്പോ നിങ്ങൾ വിശ്രമിച്ച് സൂഹിക്കുകയാണ് ചെയ്യുന്നത്. രാജകൽപ്പന നിന്ദിക്കാനാണോ നിന്റെ ഭാവം? എന്ത് അധികാരിയായ നമ്മെ പരിഹസിച്ച് ചിരിക്കുന്നു നീ? എന്തുകൊണ്ടാണ് നീ പുനർനിർത്തൽ പണി പൂർത്തിയാക്കാത്തത്? അത് പിന്നെ തമ്പുരാനെ, അടിയന് ഭയങ്കര വിശപ്പാണ്. വിശപ്പാറ്റിയിട്ട് വരുമ്പോ ഒന്ന് ധ്യാനിക്കണമെന്ന് തോന്നും. നിർത്ത്. അതൊന്നും ശരിയായ കാരണമല്ല. നീ മനഃപൂർവ്വം പണിയെടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. പറയൂ, എന്താണ് എന്റെ ഉദ്ദേശം? എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തുക എന്നതാണ് എന്റെ ഉദ്ദേശം. നിർത്ത്. ധിക്കാരിയാണ്, നിഷേധിയാണ് നീ. അതിന്റെ തിക്തഫലം നീ അനുഭവിക്കാൻ പോകുന്നു. നാം ശിക്ഷ അനുഭവിക്കാൻ പോകുന്നെന്നോ? രാജ നിന്ന് കാട്ടിയവന്റെ ശിരസ്സറ്റ് വീണിരിക്കും. അധികാരി, മഹാരാജനും റാണിയും വിജയിക്കട്ടെ. അധികാരി, അടിയൻ. നമ്മുടെ പ്രജകൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഏകദേശം മെച്ചപ്പെട്ടു വരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. അതേ ആകുന്നേ. കരകവിഞ്ഞൊഴുന്ന പുഴ ഇപ്പോ ഏകദേശം നികത്തി വരുന്നുണ്ട്. എല്ലാ പ്രജകളും രാജകൽപ്പന അനുസരിച്ച് ജോലിയിൽ പങ്കുചേരുന്നുണ്ടല്ലോ അല്ലേ? മഹാറാണി. പക്ഷേ ദാ ഈ നിൽക്കുന്ന പണിക്കാരൻ മാത്രം ഒരു ജോലിയും ചെയ്യാതെ മടി പിടിച്ചിരിക്കുകയാണ്. ആരായാണ്? പുട്ടുവ്യാപാരിയായ വന്തി എന്ന വൃദ്ധ ഏർപ്പാടാക്കിയ പണിക്കാരനയാള്. ഇവൻ പണിയെടുക്കില്ല മഹാരാജൻ. ഓരോരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് മനഃപൂർവ്വം പണി വൈകിപ്പിക്കുകയാണ് ഇവൻ. ധിക്കാരിയാണ്. രാജകൽപ്പനയെ തൃണവർഗണിക്കുന്നവനാണ് ഇവൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ പണി പൂർത്തിയാക്കാത്തത്? അടിയന് ശരീരസുഖമില്ല മഹാരാജൻ. ചികിത്സ കഴിഞ്ഞ് വന്ന ശേഷം പണി പൂർത്തിയാക്കിക്കോളാം. കളവാണ് ഇവൻ പറയുന്നത്. വിശന്നിട്ടാണ്, പണിയായുധങ്ങൾ കിട്ടാനില്ല എന്നൊക്കെയാണ് അടിയനോട് കാരണം പറഞ്ഞത്. പേരും കള്ളനാണ് ഇവൻ. പരസ്പര വിരുദ്ധമായ കാരണങ്ങൾ പറയുന്ന ഈ യുവാവ് രാജഭക്തി ഇല്ലാത്തവനാണെന്ന് മുഖഭാവം കൊണ്ട് തന്നെ നാം മനസ്സിലാക്കുന്നു. ഇവൻ ഇപ്പോൾ തന്നെ ഉചിതമായ ശിക്ഷ നൽകണം മഹാരാജൻ. മന്ത്രി,